പവിത്രം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രം വന്ന് സുധാകരൻ മാഷിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിനക്ക് എന്ത് ജോലി ചെയ്യുക ആൻഡ്രൂ സാർ കണ്ടുപിടിച്ചിരുന്നത്? ഒരു കുട്ടിയുടെ ബോഡി ഗാർഡായിട്ട് പോകണം. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സുധാകരൻ മാഷിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും പഠിച്ചിട്ട് നീ ആ പണിക്കാണോ പോകുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ പഴയ ഗുണ്ടാ പണി പോലെ തന്നെയുള്ളൊരു പണിയല്ലേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആരുണ്ടെന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ, ഇത് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം നമുക്ക് കൂട്ടിനുള്ളത് പോലീസുകാരനല്ലേ, പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മളെ സഹായിക്കും അച്ഛാ എന്നൊക്കെ വിക്രം സുധാകരൻ മാഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാഷിന് ഈ ജോലിയോട് വലിയ താല്പര്യമില്ല. ഇങ്ങനൊരു ജോലിക്ക് വേണ്ടിയാണെന്നോ ആൻഡ്രൂ സാറിന് നിന്നെ വിളിച്ചത്? അച്ഛാ, ഈ പറയുന്നെങ്കിലും ഞാൻ ഇത്രയും നാൾ ജയിലിൽ കിടന്ന കാര്യം എല്ലാവർക്കും അറിയാം. എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടാൻ പാടാണ്. നീ നിരപരാധിയാണല്ലോ മോനെ. പിന്നെന്താ, അതൊന്നും ആരോടും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല അച്ഛാ. ഇപ്പം ഈ ഒരു ജോലി കിട്ടിയത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആൻഡ്രൂ സാറ് എനിക്ക് മോശപ്പെട്ടൊരു ജോലി എന്തായാലും കണ്ടുപിടിച്ച് തരത്തില്ല. പിന്നെ ഒരു കുഴപ്പമേ ഉള്ളൂ, വീക്കെൻഡ് മാത്രമേ വീട്ടിലേക്ക് വരാൻ പറ്റൂ. അതിൻ്റെ അച്ഛനും അമ്മയും വീക്കെൻഡിൽ എത്തുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലേക്ക് പോരാം, ശനിയും ഞായറും എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പം മാഷിന് ഇതൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല. എന്നാലും അവസാനം വിക്രം പറയുന്നുണ്ട്, അച്ഛാ ഇപ്പം ഈ ഒരു ജോലി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ്രൂ സാറിനോട് എനിക്ക് നോ പറയാനും പറ്റത്തില്ല. പിന്നെ എനിക്ക് ഈ പോലീസുകാരുമായിട്ടുള്ള ബന്ധം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ വിക്രം സമാധാനിപ്പിക്കുന്നുണ്ട്. അവസാനം സുധാകരൻ മാഷ് സമ്മതിക്കുന്നുണ്ട്. അങ്ങ് വേദയെടുത്താണെങ്കിൽ ഗൗരിയാണെങ്കിൽ എന്നും സ്കൂളിൽ ഓരോ പ്രശ്നമാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി വന്ന് പെൺകുട്ടിയെ പെൻസിൽ വാങ്ങിക്കുകയാണ്, കളർ പെൻസിൽ പിടിച്ച് വാങ്ങിക്കുകയാണ്. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. ആ കുട്ടി ആ പെൻസിൽ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി കളർ ചെയ്യുകയാണ്. ഇപ്പം ഇത് കാണുന്ന ഗൗരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഗൗരിയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ല, അവനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. അതിനുശേഷം ആ പെൻസിൽ വാങ്ങിച്ച് കൂട്ടുകാരിക്ക് കൊടുക്കുന്നുണ്ട്. അത് സ്കൂളിൽ വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ആ കുട്ടിക്ക് നല്ല പരിക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സഹികെട്ട് പ്രിൻസിപ്പാളാണെങ്കിൽ വേദയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പം വേദ വരുമ്പോൾ തന്നെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇവിടെ ഗൗരിയെ കൊണ്ട് ഒരു രക്ഷയില്ല മാഡം, ഗൗരി എന്നും ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം വേദ ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് ചെയ്ത്, അവൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് ഒരു കുട്ടിയെ അടിച്ചങ്ങിടിയാണ്, അവൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം അവൾ അടിച്ചങ്ങ് ജയിക്കുകയാണെന്ന് ടീച്ചർ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് വേദയെടുത്ത് പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ സ്വഭാവമാണ് ശരിയല്ലെന്ന് അവൾക്ക് തോന്നുന്ന എന്ത് കാര്യം ഉണ്ടായാലും അവൾ ഏതറ്റം വരെ പോയാലും അവൾ ജയിച്ചിരിക്കും. അത് അവളുടെ അച്ഛൻ്റെ സ്വഭാവമാണ്, അത് അവൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, മറ്റു കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ അവരുടെ പേരൻസും കംപ്ലൈൻ്റ് ആയിട്ട് വരും, അത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഗൗരിയെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഗൗരിയോടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചറിനോടത്തോ അല്ലെങ്കിൽ എന്നോടോ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയണം, അല്ലാതെ അടിച്ച് ജയിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പ്രിൻസിപ്പൽ വേദയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ വേദ വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല മാഡം, ഞാൻ അവളോട് പറയാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും, ഇവിടെ ഗൗരിയെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല വിഷമമൊന്നുണ്ട്. അതിനുശേഷം ഗൗരി വീട്ടിൽ വരുമ്പോൾ വേദ പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ കുട്ടിയെ അടിച്ചെന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ കൂട്ടുകാരുടെ പെൻസിൽ അവൻ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി, അത് ശരിയാണോ അമ്മേ, അത് തെറ്റല്ലേ? അപ്പം വേദ ചോദിക്കുന്നുണ്ട്, അന്നേരം അവനെ ഉപദ്രവിക്കുകയാണോ വേണ്ടുന്നത്, നീ ടീച്ചറിനോട് കംപ്ലയിൻറ്റ് ചെയ്യല്ലേ വേണ്ടുന്നത്, ടീച്ചർ എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തില്ലേ? അപ്പം ഗൗരി പറയുന്നുണ്ട്, അവൻ എൻ്റെ കൂട്ടുകാരെ അടിച്ച് അവളുടെ കയ്യിൽ നിന്ന് പെൻസിലും പിടിച്ച് വാങ്ങിച്ചിട്ട് അവളെ ഉപദ്രവിച്ച്, അത് ശരിയാണോ? അല്ലല്ലോ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ച് തിരിച്ച് പെൻസിൽ വാങ്ങിച്ചതെന്ന് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പം വേദയാണെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത്, തെറ്റെവിടെ കണ്ടാലും പ്രതികരിക്കണമെന്ന്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മോൾ അടിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കല്ലേ, മോൾ ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യണം, ഇനി അങ്ങനെ ചെയ്യുക അമ്മ എന്നൊക്കെ ഗൗരി വാക്ക് കൊടുത്തിട്ട് പോവുകയാണ്. പോയി കഴിയുമ്പോൾ വേദ വിക്രത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. വിക്രത്തെ പോലെ തന്നെയാണ് ഗൗരി എന്ന് വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം തരുൺ വേദയെടുത്തും അമ്മയെടുത്തായിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോളെ നോക്കാൻ ഒരാൾ വരുന്നുണ്ട്, ഒരു ബോഡി ഗാർഡ്, ഞങ്ങളില്ലാത്ത സമയത്ത് അവളുടെ സുരക്ഷ ഉറപ്പാക്കണ്ടേ, അത് ഒരാൾ വരുന്നുണ്ടെന്ന് പറയണം, എപ്പോഴും അവളുടെ കൂടെ കാണുന്ന ഒരാളെന്ന് പറയുന്നുണ്ട്. അപ്പം വേദ ചോദിക്കുന്നുണ്ട്, തരുണിന് വിശ്വാസമുള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വിശ്വാസമുള്ള ഒരാളോട് പറഞ്ഞ് അയാൾ കണ്ടെത്തി തരുന്നേ, അപ്പം നല്ല ആളായിരിക്കുമെന്ന് തരുൺ പറയുന്നുണ്ട്. അങ്ങനെ വേദയും അതിന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം വേലക്കാരി വന്ന് ഗൗരി എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ പുതിയൊരാൾ വരുന്നുണ്ട്, പുതിയൊരു ജോലിക്കാരൻ. പുതിയ ജോലിക്കാരനോ? അതും വെറും ജോലിക്കാരനൊന്നുമല്ല, ബോഡി ഗാർഡാണ്, ഗൗരിമോടെ ബോഡി ഗാർഡാന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ബോഡി ഗാർഡ്? എപ്പോഴും ഗൗരിയുടെ കൂടെ കാണും, കളിക്കാനും സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടാക്കാനും എല്ലാത്തിനും ഗൗരിയുടെ കൂടെ കാണുമെന്ന് പറയാണ്.
ഗൗരി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വിക്രമാണെങ്കിൽ സുധാകരൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഗൗരിയുടെ അടുത്ത് വരികയാണ്. അപ്പം ഇവിടെ ഗൗരിയാണെങ്കിൽ വേലക്കാരി പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ വരുന്നുണ്ട്, ഒരു ബോഡി ഗാർഡ് എപ്പോഴും കൂടെ തന്നെ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കിക്കുമ്പോഴാണ് വിക്രം ബുള്ളറ്റ് വരുന്നത്. അപ്പം വിക്രം ബുള്ളറ്റ് വരുന്നത് കാണുമ്പോഴേ ഗൗരി മനസ്സിൽ വിചാരിക്കുന്നത് ഒരാൾ വേഷം കെട്ടി, ഒരു അസുരൻ്റെ വേഷമൊക്കെ കെട്ടി ഒരാൾ വരുന്നതായിട്ടാണ് ഗൗരി വിചാരിക്കുന്നത്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുവാണ്. അപ്പം അയാൾ കൊണ്ടുവന്ന് ബുള്ളറ്റ് വെച്ച് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോഴേ ഗൗരി അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഓടി വന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു രാക്ഷസനെ പോലെ ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നതായിട്ടാണ് ഗൗരിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഭൂതം ഭൂതം എന്നും പറഞ്ഞ് ഓടി അകത്തേക്ക് പോവുകയാണ്. അപ്പം തരുൺ നോക്കുമ്പോൾ ഗൗരി ഓടി അകത്തേക്ക് പോകുന്നു. അങ്ങനെ തരുൺ അകത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ പുറത്ത് വിക്രം നിൽക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ കാണുമ്പോൾ തന്നെ തരുൺ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ? അത് ആൻഡ്രൂ സാറ് പറഞ്ഞിട്ട് വന്നതാണ്, ഇവിടെ ജോലിക്ക് ബോഡി ഗാർഡായിട്ട് ജോലിക്ക് വന്നതാണെന്ന് വിക്രം പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടെയാണ് വിക്രം തരുണും പരിചയപ്പെടുന്നത്. ഈ സമയത്ത് അകത്തേക്ക് പോയ ഗൗരിയാണെങ്കിൽ ഒരു തോക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഭൂതം ഭൂതം എന്നും പറഞ്ഞുകൊണ്ട്, ഭൂതമേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ വെടിവെക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിൽ വെടികൊണ്ട് വീഴുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട്. വിക്രത്തിന് സന്തോഷം വരുന്നുണ്ട് ഗൗരിയെ കാണുമ്പോൾ. ഈ സമയത്ത് തരുൺ വന്ന് ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോൾ എന്താ ഈ കാണിക്കുന്നത്? മോൾ എന്തിനാ ഈ അങ്കിളിനെ വെടിവെച്ചത്? എന്തിനാ അങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. ഈ അങ്കിളെ മോളുടെ ബോഡി ഗാർഡ് എപ്പോഴും മോളുടെ കൂടെ തന്നെ കാണുമെന്ന് ഗൗരിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിന് ആ കുട്ടിയോട് നല്ല സ്നേഹവും തോന്നുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും കണ്ടുമുട്ടുകയാണ്. അപ്പം ഇത്രയും നാൾ കാത്തിരുന്നത് പോലെ ഗൗരി വിക്രത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വേദയും വിക്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്.